അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഹർഫുകൾ എങ്ങനെ ഉച്ചരിക്കുക എന്നുള്ളത്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും ഭംഗിയായി പാരായണം ചെയ്യുക എന്നുള്ളത്. ഉറത്തിലിൽ ഖുർആൻ തർത്തീല, ഏറ്റവും നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. അപ്പോൾ ഓരോരുത്തരും ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ പാരായണം ചെയ്യാം എന്നുള്ളത് ഏറെ പരിശ്രമിക്കേണ്ടതാണ്. കൂടുതലായിട്ട് ഖുർആൻ പാരായണങ്ങൾ കേൾക്കുക, നല്ല ഇഷ്ടമുള്ള കാര്യത്തിന്റെ പാരായണം കേൾക്കുക, അതോടൊപ്പം അത്യാവശ്യം വേണ്ട നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹുറൂഫുകൾ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പലരുടെയും ഒരു പ്രശ്നം, അത് യഥാർത്ഥ രൂപത്തിൽ അതിന്റെ മഖ്റജിൽ നിന്നും അതിന്റെ നിയമം അനുസരിച്ചും അതിന്റെ ആ ഹുറൂഫുകളുടെ സിഫത്ത് അനുസരിച്ചും ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഖൽഖലയുടെ അക്ഷരങ്ങൾ, ഹുറൂഫുൽ ഖൽഖല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഖാഫ്, ത, ബ, ജീം, ദാൽ, ഖുതുബ് ജദ് എന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ ഖുതുബ് ജദ് എന്ന് പറയാം. ഈ 5 അക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഇതിന് ഖൽഖലയുടെ അക്ഷരങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇത് സുക്കൂനോട് കൂടി വരുമ്പോൾ അല്പം മുഴക്കമുണ്ടാക്കി ഉച്ചരിക്കണം. സാധാരണ ഹർഫുകളൊക്കെ മറ്റ് അക്ഷരങ്ങളൊക്കെ സുക്കൂനോടുകൂടി വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് വെളിവായിട്ട് ഉച്ചരിക്കൂല, നമുക്കറിയാം. എന്നാൽ ഈ ഖൽഖലയുടെ അക്ഷരങ്ങൾ പൂർണ്ണമായി ഉച്ചരിക്കുകയും ഒരു മുഴക്കത്തോടു കൂടി ഉച്ചരിക്കുകയും വേണമെന്നുള്ളതാണ്. ഖ്, ത്, ബ്, ജ്, ദ് എന്നിങ്ങനെ ഉച്ചരിക്കേണ്ടതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓരോ അക്ഷരങ്ങൾക്കും ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഖാഫ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ത, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്. ബ, വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ. ജീം, വൽ ഫജ്ർ. ദാൽ, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇവിടെ ഈ അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂൻ വന്നപ്പോൾ മറ്റ് അക്ഷരങ്ങളെ പോലെയല്ല, നേരെ മറിച്ച് വെളിവാക്കി ഒരു മുഴക്കത്തോടു കൂടി ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ 2 കാര്യങ്ങൾ, അഥവാ ഖൽഖല സുഗ്റ, കുബ്ര എന്നിങ്ങനെ 2 രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ഹർഫുകളിൽ സുക്കൂനോട് കൂടി വഖഫ് ചെയ്യുമ്പോൾ കുറച്ചധികം മുഴക്കത്തോടുകൂടി ഉച്ചരിക്കണം. എന്നാൽ വാചകങ്ങളുടെ മധ്യത്തിലാണ് അവ വരുന്നതെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ രൂപത്തിലാണ് ഖൽഖല ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ആദ്യത്തെ ഉദാഹരണത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള മുഴക്കത്തെക്കാൾ കൂടുതൽ മുഴക്കമുണ്ട് ഇപ്പോൾ ഖലഖ്, ഖലഖ് എന്ന് ഉച്ചരിക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഖൽഖലയുടെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓർത്തു വെക്കുക, ഖുതുബ് ജദ് വളരെ എളുപ്പമാണ്. ഈ 5 അക്ഷരങ്ങൾ ഖാഫ്, ത, ബ, ജീം, ദാൽ, ഇവയ്ക്ക് സുക്കൂൻ വരുമ്പോൾ, സുക്കൂൻ ഇല്ലെങ്കിൽ സാധാരണ ഹർഫ് പോലെ തന്നെ അതിന്റെ മറ്റു നിയമങ്ങൾ ബാധകമാണ്. സുക്കൂന് വരുമ്പോൾ ഇവയെ വെളിവാക്കി മുഴക്കത്തോട് ഉച്ചരിക്കണം. ഇവയല്ലാത്ത ഹർഫുകൾ ഖൽഖല ചെയ്യാനും പാടില്ല. ചില ആളുകൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പോലും, അത് തെറ്റാണ്. ഇഹ്ദിന, ഹാ ഒരിക്കലും ഇതിൽ പെട്ടതല്ല. എങ്ങനെ ഓതേണ്ടത്? ഇഹ്ദിന, ഇഹ്ദിന. ഖൽഖല ചെയ്യേണ്ടതല്ലാത്ത അക്ഷരങ്ങളെ ഖൽഖല ചെയ്യാനും പാടില്ല. ഈ 5 അക്ഷരങ്ങളെയാണ് ഖൽഖല ചെയ്യേണ്ടത്, അഥവാ കുറച്ച് മുഴക്കത്തോട് കൂടി ഉച്ചരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഹുറൂഫുകളുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.